നമസ്കാരം. മണി ന്യൂസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം പരാശ്രയം കൂടാതെ സ്വന്തം ചിലവിനുള്ള വരുമാനം കണ്ടെത്താനുള്ള വഴിയാണ് ദേശീയ പെൻഷൻ സ്കീം അഥവാ NPS. ടാക്സ് സേവിങ്ങിനുള്ള ഉപാധി കൂടിയാണ് NPS. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ദേശീയ പെൻഷൻ പദ്ധതിയിൽ ചേരാം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, മറ്റ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവർക്കെല്ലാം അനുയോജ്യമായ പെൻഷൻ പദ്ധതിയാണിത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ദേശീയ പെൻഷൻ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാണ്. എംപ്ലോയിയും എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നാഷണൽ പെൻഷൻ സ്കീം. അപ്പോൾ അത് 2009 തൊട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരല്ലാത്ത സാധാരണ ജീവനക്കാരും പിന്നെ സ്വയം തൊഴിൽ ചെയ്യുന്ന പ്രൊഫഷണൽസും അവർക്കും കൂടെ ചേരാവുന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ വാർദ്ധക്യകാലത്ത് സ്ഥിരമായിട്ടുള്ളൊരു വരുമാനം ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിനുവേണ്ടി നമ്മൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്ക് ശാഖകൾ, പോസ്റ്റ് ഓഫീസുകൾ എന്നിവ വഴി പെൻഷൻ പദ്ധതി തുടങ്ങാം. ഇൻഷുറൻസോ മ്യൂച്വൽ ഫണ്ടോ ഓൺലൈനിൽ വാങ്ങുന്നത് പോലെ ദേശീയ പെൻഷൻ പദ്ധതിയിലും ലളിതമായ നടപടിക്രമം പാലിച്ചാൽ അക്കൗണ്ട് തുടങ്ങാം. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റുമായി ലിങ്ക് ചെയ്തിട്ടുള്ള 17 ബാങ്കുകളിൽ ഒന്നിൽ അക്കൗണ്ട് ഉണ്ടായാൽ മതി. ഇതിനായി തയ്യാറാക്കിയിട്ടുള്ള enps.nsdl.com സൈറ്റിലെത്തി രജിസ്റ്റർ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അക്കൗണ്ട് തുറക്കുമ്പോൾ ലഭിക്കുന്ന പ്രാൺ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ് നിക്ഷേപങ്ങൾ നടത്തേണ്ടത്. 500 രൂപയുടെ ആദ്യ തവണയും ചുരുങ്ങിയത് 6000 രൂപയുടെ വാർഷിക നിക്ഷേപവും പ്രാണിലടച്ച് ദേശീയ പെൻഷൻ അക്കൗണ്ടിൽ ചേരാം. വർഷം തോറും മുടങ്ങാതെ നിക്ഷേപം നടത്തുന്നവർക്ക് അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്ന മുതലും പലിശയും വർഷം തോറും പെൻഷൻ ലഭിക്കത്തക്ക രീതിയിൽ അംഗീകൃത പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. 60 വയസ്സെത്തും മുമ്പ് പെൻഷൻ ആരംഭിക്കണമെന്ന് തോന്നുന്നവർ ബാക്കി നിൽക്കുന്ന തുകയിൽ ചുരുങ്ങിയത് 80% പെൻഷൻ ഫണ്ടുകളിൽ നിക്ഷേപിക്കണം. ആദായ നികുതി കണക്കാക്കുമ്പോൾ മറ്റു നിക്ഷേപങ്ങളോടൊപ്പം സാധാരണ കിഴിവ് അനുവദിക്കുന്ന 1,50,000 രൂപയിൽ ദേശീയ പെൻഷൻ പദ്ധതിയിൽ അടയ്ക്കുന്ന തുകയും അർഹമാണ്. ഇൻകം ടാക്സ് ആക്ട് 3 സെക്ഷൻസ് പ്രകാരമാണ് ഇതിൻ്റെ ആദായ നികുതി ഇളവ് നൽകുന്നത്. അതായത് 80CCD1, 80CCD2, 80CCD1B ഇങ്ങനെ 3 സെക്ഷൻസാണ്. അപ്പോൾ ഈ 80CCD1 എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 10% ഓഫ് ദ സാലറിയാണ്. അത് മാക്സിമം, അതിൽ കുറവും ആകാം, അത് നമ്മുടെ ഓപ്ഷനിലാണ്. അത് മാച്ചിങ് കോൺട്രിബ്യൂഷൻ എംപ്ലോയറും കൊടുക്കണം. അപ്പോൾ ഈ 80CCD1 എന്ന് പറയുന്നത് 80C, 80CCC പിന്നെ 80CCD1 ഇതെല്ലാം കൂടെ ചേർന്നാൽ 1.5 ലക്ഷം രൂപ എന്ന പരിധി ബാധകമാണ്. ദേശീയ പെൻഷൻ പദ്ധതിക്ക് മാത്രമായി 50,000 രൂപ വരെ അധിക ഇളവും ലഭിക്കും. പദ്ധതിയിൽ ചേരുന്ന പ്രവാസികൾ സ്കാൻ ചെയ്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പാസ്പോർട്ടിന്റെ സ്കാൻ ചെയ്ത കോപ്പിയും അയക്കണം. ബന്ധപ്പെടേണ്ട വിലാസം നൽകുമ്പോൾ വിദേശ അഡ്രസ് നൽകിയാൽ പിന്നീടുള്ള കത്തുകളും മറ്റും അങ്ങോട്ടാണ് അയക്കുക. ഇതിന് പ്രത്യേകം ചാർജ് ഈടാക്കും. മികച്ച പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ബാങ്കിന്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സലീം ഗംഗാധരനാണ് ഇന്ന് മണി ഐക്കണിൽ. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ സലീം ഗംഗാധരനാണ് നമ്മോടൊപ്പം ഇന്ന് മണി ഐക്കണിൽ ചേരുന്നത്. സ്വാഗതം ശ്രീ സലീം ഗംഗാധരൻ. കേരളത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബാങ്കാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു റിസൾട്ട് വെച്ച് 1 ലക്ഷം കോടി രൂപ ബിസിനസ് കടന്നിട്ടുണ്ട്. അടുത്തൊരു ലക്ഷ്യം എന്താണ് ബാങ്കിൻ്റെ? സൗത്ത് ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു 5 കൊല്ലത്തെ ഒരു സ്ട്രാറ്റജിക് വിഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ 1 ലക്ഷം കോടിയിൽ നിന്ന് 2 ലക്ഷം കോടിയിലേക്ക് 2020 2 ലക്ഷം കോടി എത്തണമെന്നാണ് നമ്മുടെ ബിസിനസ് ടാർഗറ്റ്. അതേപോലെ തന്നെ ഈ ബിസിനസ് ടാർഗറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സെഗ്മെൻറ്റിനും ഫോക്കസ് കൊടുക്കുന്നത് മാറ്റിയിട്ട് SME സെക്ടർ, പിന്നെ അഗ്രികൾച്ചർ സെക്ടർ, എഡ്യൂക്കേഷൻ സെക്ടർ, പിന്നെ റീറ്റെയിൽ സെക്ടർ, അപ്പോൾ ഇതിന് മൂന്നൽ നൽകിക്കൊണ്ട് ഉള്ളൊരു ഗ്രോത്ത് സ്ട്രാറ്റജിയാണത്. എന്ന് വിചാരിച്ച് നമ്മൾ കോർപ്പറേറ്റ് സെക്ടറിനെ ടോട്ടലായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാമെന്നല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയം നമ്മുടെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റിയുള്ള കോർപ്പറേറ്റ് ബുക്ക് നമുക്ക്
റിസ്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള കോർപ്പറേറ്റ് ബുക്കിൽ ഈ 200-300 എക്സ്പോസർ എടുക്കാതെ ഒരു 25-100 വരെയുള്ള ലിമിറ്റിലുള്ള ഹൈ ക്വാളിറ്റി കോർപ്പറേറ്റ് ബുക്കിനെ വളരാൻ അനുവദിക്കുകയും, പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഗ്രികൾച്ചർ SME സെക്ടർ നമ്മളിപ്പോൾ 40% കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് ബാങ്കുകൾ എത്തിക്കുക, പ്രത്യേകിച്ച് SME സെക്ടറിലേക്ക് എത്തിക്കുക, റീറ്റെയിൽ സെക്ടറിലേക്ക് എത്തിക്കുക, യങ്സ്റ്റർ. അതേപോലെ തന്നെ വേറൊരു ഫോക്കസ് നമ്മൾ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ കൂടുതൽ ടൈം ഡിപ്പോസിറ്റ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ നിന്ന് അതുകൊണ്ട് റീറ്റെയിൽ ഡിപ്പോസിറ്റ് NRI ഡിപ്പോസിറ്റും ഉണ്ടെങ്കിൽ തന്നെയും ഈ കാസ ഡിപ്പോസിറ്റ്, സേവിങ്സും കറണ്ട് അക്കൗണ്ട് ഡിപ്പോസിറ്റിന് കൂടുതൽ സമാഹരിക്കുകയും അതുപോലെ നമ്മുടെ കോസ്റ്റ് ഓഫ് ഫണ്ടിങ് കുറയുകയും ചെയ്യുകയും, അപ്പോൾ അതുമൂലം നല്ല കോമ്പറ്റേറ്റീവ് റേറ്റ്സിന് ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്കും പിന്നെ റീറ്റെയിൽ സെഗ്മെൻറ്റിലേക്ക് ലോൺ കൊടുക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ നമ്മൾ വേറൊരു ഏരിയ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റലൈസേഷൻ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാക്ഷരത നേടിയ സ്റ്റേറ്റാണ്. പക്ഷേ ഡിജിറ്റലൈസേഷൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിയാൽ കേരളത്തിൽ കുറവാണ്. ഇപ്പോൾ ATMൻ്റെ യൂസ് ആയാലും ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസ് ആയാലും പിന്നെ ഇപ്പോൾ ഉള്ള മൊബൈൽ ബാങ്കിങ്ങും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാ റീജിയനിലും എല്ലാ ബ്രാഞ്ചുകളിലും തന്നെ ഈ ഡിജിറ്റൽ ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഓഫീസറെ ഡെസിഗ്നേറ്റ് ചെയ്ത ഡിജിറ്റൽ പ്രോഡക്റ്റ് ആളുകളിലേക്ക് അതിൻ്റെ അറിവ് എത്തിക്കപ്പെടാനും അവരിലെ ഈ ഡിജിറ്റലൈസേഷനിലേക്ക് മാറാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഡിജിറ്റൽ പ്രോഡക്ട്സിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നു. പിന്നെ ഒരു ഏരിയ നമ്മൾ കേരളത്തിലും മറ്റുള്ള സ്റ്റേറ്റിലും കണ്ടിരിക്കുന്നത് ഈ എക്സ്റ്റേണൽ സെക്ടറാണ്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഫൈനാൻസ്. അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ഞങ്ങളിപ്പോൾ കൊടുക്കുന്നത് പിന്നെ എക്സ്പോർട്ടിനും അതേപോലെ റെമിറ്റൻസ്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ വിദേശങ്ങളിൽ പഠിക്കുന്നുണ്ട്, അതേപോലെ NRIs ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള റെമിറ്റൻസ് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഏറ്റവും പെട്ടെന്ന് പണം കേരളത്തിലേക്ക് അയക്കാനും, അതേപോലെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള പൈസ അവരിലേക്ക് എത്തിക്കപ്പെടാനും, പിന്നെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ടൂറിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യങ്ങളുണ്ട്. അത് ഒരു സാധാരണ ബ്രാഞ്ചുകളിൽ ഗ്രാമങ്ങളിൽ പോലും അങ്ങനെയുള്ള ഫെസിലിറ്റി എത്തിക്കപ്പെടാനാണ് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത്? കാരണം കേരളം ഒരു കാർഷിക മേഖലയോട് പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ്. സ്വാഭാവികമായും കാർഷിക മേഖലയിൽ കൂടുതൽ ഫണ്ടിങ്ങിൻ്റെ ആവശ്യമുള്ള ഒരു സാഹചര്യത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാർഷിക മേഖലയ്ക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത്? ഈ കാർഷിക മേഖലയിൽ ഞങ്ങൾ പറഞ്ഞില്ലേ 2020 സ്ട്രാറ്റജിക് പ്ലാനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കാർഷിക മേഖലയ്ക്ക് SMEക്കും റീറ്റെയിൽ സെഗ്മെൻറ്റുമാണ്. അപ്പോൾ നാച്ചുറലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏതെല്ലാം പ്ലേസിൽ കാർഷിക മേഖല അവൈലബിൾ ഉണ്ടോ ആ നിരകളിലേക്ക് എത്തിക്കുക. അതാണ് ക്രോപ്പ് ലോൺ ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ക്രോപ്പ് ലോൺസാണ് എടുക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ് കുറേ. അപ്പോൾ ലോങ് ടൈം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാർഷിക മേഖലയിൽ വലുതായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റ്, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാർഷിക മേഖലയിൽ വന്നാലേ പ്രൊഡക്ടിവിറ്റി കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റുകൾ കൊടുക്കുക, ഒരു 3 വർഷം 5 വർഷമൊക്കെ ദീർഘമായിട്ട് കിട്ടുകയും അതിൽ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ സെക്ടർ പ്രൊഡക്റ്റ് കൂട്ടുന്നതിന് അതിന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കർഷകർക്ക് ആവശ്യമുള്ള ക്രോപ്പ് ലോൺസ്, ഇതിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത്. കേരളത്തിലും രാജ്യത്തും കൂടുതൽ ശാഖകൾ തുടങ്ങാനുള്ള പദ്ധതി സൗത്ത് ഇന്ത്യൻ ബാങ്കിനുണ്ട്. കൂടുതൽ ATMകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്. അത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഇപ്പോൾ തന്നെ ഒരു പ്രത്യേകം പോസ്റ്റ് മെഷീൻ്റെ തന്നെ എടുക്കുക. നബാർഡിൻ്റെ സ്കീമിൽ ടയർ 5, ടയർ 6 സെൻറ്ററുകളിൽ പോസ്റ്റ് മെഷീൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു വില്ലേജിൽ 2 പോസ്റ്റ് മെഷീൻ കൊടുക്കുന്നതിന് ഈവൻ നബാർഡ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ബോർഡിൽ അത് തന്നെ തീരുമാനിച്ചു. ഞങ്ങൾ നബാർഡിൻ്റെ സഹായത്തോടു കൂടി ഈ ടയർ 5, ടയർ 6 വില്ലേജുകളിലേക്ക് പോലും പോസ്റ്റ് മെഷീൻ എത്തിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റൂറൽ ഏരിയയിലും പോകണം, അതേപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള അർബൻ ആൻഡ് മെട്രോപൊളിറ്റൻ സെൻറ്റേഴ്സിലും കൂടെ വേണം. അപ്പോൾ അതിന് നമ്മൾ ഗ്രോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യ ബാങ്കായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വളർന്നു വരികയാണ്. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്രാഞ്ച് ഉള്ളെങ്കിലും എവിടെയൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, പഞ്ചാബ്, ഹരിയാന, ന്യൂഡൽഹി, UP, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ആസാം, എല്ലാ സ്ഥലങ്ങളിലും എവിടെയെല്ലാം ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടത്തേക്ക് ഗ്രോ ചെയ്യാനാണ് ഞങ്ങളുടെ. വിദ്യാഭ്യാസ ലോണിൻ്റെ കാര്യത്തിലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്ര ലോൺ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാവി പദ്ധതി എന്താണ്? അപ്പോൾ വിദ്യാഭ്യാസ ലോണ് എല്ലാ ബാങ്കുകളും കൊടുക്കുന്ന കണക്ക് IBA സ്കീമുണ്ട്, നോൺ IBA സ്കീമുണ്ട്. നമ്മുടേതായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലോൺ കൊടുക്കുന്നതിനൊരു പോളിസി തന്നെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ജെനുവിനായിട്ട് ബുദ്ധിമാന്മാരായ കുട്ടികളെ
പിന്നെ അവർക്കുള്ള ജനുവിനായിട്ടുള്ള വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നതിന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒരിക്കലും പിന്നോട്ടല്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് പിന്നെ അതാണ് പറഞ്ഞത്, കേരളത്തിൽ നമുക്ക് മാത്രം ഈ 251 crores അല്ലേ എഡ്യൂക്കേഷൻ ലോണ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതും ഒരു ഏരിയ ആണ് ഫോക്കസ്. ഇപ്പോൾ റീറ്റെയിൽ സെഗ്മെൻറ്റ് പറയുമ്പോഴത്തേക്ക് അതിൽ എഡ്യൂക്കേഷൻ ലോൺ വരാറുണ്ട്, മൊബൈൽ ഹൗസിംഗ് ലോൺ വരാറുണ്ട്, പിന്നെ ഇത് വെഹിക്കിൾ ലോൺ, കാറ്, ടൂ വീലർ ലോണും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് ഇപ്പോൾ വരികയാണ്. കേരളത്തിൽ ഏതെല്ലാം സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ശാഖകൾ തുറക്കാൻ പദ്ധതി? അപ്പോൾ കേരളത്തിൽ നമുക്ക് പൊതുവേ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും എല്ലാ ഏരിയകളിലും നമുക്ക് ബ്രാഞ്ചുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കൂടുതൽ ബ്രാഞ്ചുകൾ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറയുന്നത് മലയോര മേഖലകളിൽ, അവിടെ കൂടുതൽ അഗ്രികൾച്ചറിന് കൂടുതൽ ഫോക്കസ്. അത് മലപ്പുറം ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, അവിടെയൊക്കെ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഡിസ്ട്രിക്റ്റ് എന്നല്ല, എവിടെയെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഫോക്കസ്ഡ് ഏരിയ എന്ന് പറഞ്ഞാൽ റീറ്റെയിലും അഗ്രികൾച്ചറും SME ആണ്. അപ്പോൾ അതിനുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ ബാങ്ക് പോകുന്നുണ്ട്. പേയ്മെൻറ്റ് ബാങ്കുകൾ വരികയാണ്, അത് ഏതെങ്കിലും തരത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വെല്ലുവിളിയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്പേസ് ഉണ്ട്. ഒരു റീറ്റെയിൽ അവർക്ക് കൂടുതൽ ബാങ്കിങ് മേഖല, ലെൻഡിങ്, ക്രെഡിറ്റിലേക്കൊന്നും അവർ കൂടുതൽ അനുവദിക്കില്ല. റെമിറ്റൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഡീൽ ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ ടെക്നോളജി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏതൊരു ബാങ്കിന് കടപിടിക്കത്തക്കുള്ള ടെക്നോളജിയാണ് റെമിറ്റൻസിനും മൊബൈൽ ആപ്ലിക്കേഷൻ ആയാലും നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗൾഫ് മേഖലയിൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സാണ്. അവർ ഞങ്ങളുടെ ലോയൽ കസ്റ്റമേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ബെസ്റ്റ് സർവീസസാണ് NRIസിന് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് NRI റെമിറ്റൻസിലോ ഇപ്പോൾ ഉള്ള ബിസിനസ് റിലേഷൻഷിപ്പിലോ ഞങ്ങൾക്കൊന്നും നഷ്ടമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു രാജ്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓപ്പർച്യൂണിറ്റീസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ പ്ലെയേഴ്സ് വന്നാലും നമ്മുടെ ഓപ്പർച്യൂണിറ്റിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കോർ തീം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഡിലൈറ്റ് ആണ്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് എന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ലേറ്റസ്റ്റ് ടെക്നോളജി കൊടുക്കുക, ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുക. അപ്പോൾ അതുമൂലം ആ സർവീസിൻ്റെ ബെനിഫിറ്റ് മാത്രം കൊണ്ട് കൂടുതൽ കസ്റ്റമേഴ്സ് ഞങ്ങളിലേക്ക് വരണം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഹെലി ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ.